പെട്ടെന്ന് തൊഴുതിറങ്ങിയല്ലേ? ഇത്തിരി നേരം ഭഗവാനോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു ഓൾഡ് പീസല്ലേ മോളെ, അതുകൊണ്ട് ഭഗവാൻ അറിയാൻ എന്റെ കാര്യം. അല്ല, മുത്തശ്ശി എവിടെ? ആ, മോൾക്ക് വേണ്ടി ഒരു വഴിപാട് നടത്താൻ പോയിരിക്കുക. മുത്തശ്ശി വന്നല്ലോ. എന്താ മുത്തശ്ശി എനിക്ക് വേണ്ടി ഒരു വഴിപാട്? പുതിയ വീടും നാടും നാട്ടുകാരൊക്കെ അല്ലേ, അതുകൊണ്ട് എന്റെ തുളസി മോക്ക് കണ്ണ് കട്ടാതിരിക്കാനാണ് ഈ വഴിപാട്. ഓ അങ്ങനെ. എന്റെ മുത്തശ്ശി, ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന പട്ടാളക്കാരൻ കേശവൻ വലത്തും പള്ളിക്കൂടത്തിൽ കുട്ടികളെ വരച്ച വരയിൽ നിർത്തിയിരുന്ന രുക്മിണി ടീച്ചർ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് ആരുടെയും കണ്ണ് തട്ടത്തില്ല. അത് വാചരിച്ചു കൊടുക്കണ്ട. വീട് സാധനം ഇറക്കിയിട്ട് വണ്ടിക്കാരും പണിക്കാരോട് കാത്തിരിപ്പുണ്ടാവും. പെട്ടെന്ന് പോയേക്കാം. ശിവ, ഇതുകൂടെ കൊണ്ടുപോകും. വീട് പൂട്ടണ്ട, അവരിപ്പോ എത്തും. കഴിഞ്ഞോ? കഴിഞ്ഞു സാറേ. ഞങ്ങൾ ഇത്തിരി വൈകി. കുഞ്ഞുമോനെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. വീട് പൂട്ടിയിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ പുതിയ വാടകക്കാർ വന്നെന്നാ തോന്നണേ. സാധനങ്ങളെല്ലാം ഇറക്കുന്നുണ്ട്. നിങ്ങളെന്തിനാ വിളിച്ചേ? പുതിയ വാടകക്കാർ വന്നു. നല്ല ആളുകളാന്ന് തോന്നുന്നു. നോക്കടി ഇങ്ങോട്ട്. ചതിച്ചല്ലോ ഭഗവാനെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. കണ്ണൻ ഇവിടെ ഇല്ലാത്ത നന്നായി. ഉണ്ടായിരുന്നെങ്കി തങ്കമണി, 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 മോളെ ഇച്ചിരി വെള്ളം ഇങ്ങെടുക്ക്. പെട്ടെന്ന് വാ. കണ്ണ് തുറക്ക് തങ്കമണി. മോളെ മുഖത്ത് കളിച്ചേ. തങ്കമണി എന്നടി? അപ്പുറത്ത് പുതിയ വാടകക്കാര് വന്നതിലെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ബോധം പോയതാ അല്ലോടി. ഇനി ഇവിടെ എന്തൊക്കെ നടക്കൂ എന്തോ. എടാ പാപ്പി, നീ ഇങ്ങനെ പുറംതിരിഞ്ഞ് കോഴിയെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. ചിട്ടിക്കാശ് തിരിച്ച് മറിച്ചിട്ടുവാ ഞാൻ നിനക്ക് പലിശയ്ക്ക് കാശ് തരുന്നത്. എന്റെ പൊന്നു സുഗന്ധി, മുതലാളി ഇതുവരെ വന്നിട്ടില്ല. കട തുറക്കണം. ഞാൻ ഗോഡൌണിൽ പോയി ചാവി എടുത്തിട്ട് വരാം. അപ്പൊ തരാം കാശ്. എന്റെ ഇവിടുന്ന കാശ് എന്താണ് എന്നെ വിളിക്കുന്നേ? അല്ല, ഈ പടം വരച്ചവരെ സമ്മതിക്കണം. കാണാൻ എന്ത് ചന്തം എന്നെ പോലെ. അത് ശരിയാ. നിന്റെ ഈ പല്ലും ആ കോഴിയുടെ കൊക്കുവേ ഒരുപോലെ തന്നെ ഇരിക്കുന്നേ. നല്ല ചന്തം. ഇരട്ടകളാന്നേ പറയൂ. അമ്മ എവിടെ നിൽക്കുവാണോ? ഞാൻ എവിടെ എല്ലാം അന്വേഷിച്ചു. നീ ഇവിടെ നിൽക്ക്. ആ പാപ്പി കുറച്ച് കാശ് കൊണ്ടുവരും. അത് വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ശരി അമ്മ. എന്റെ പിരി ഇതുവരെ തീർന്നിട്ടില്ല. പാപ്പി വന്നിട്ട് പോയത് തന്നെ. മുതലാളി വന്നില്ലേ? എവിടെ? ഇതുവരെ ആയിട്ട് കട പോലും തുറന്നിട്ടില്ല. മുതലാളിയെ കണ്ടേ പറ്റൂ. പളനി, മുതലാളിയെ കാണണമെങ്കിൽ എനിക്കൊന്ന് കാണുമെന്ന് പറയണേ. മുതലാളിക്ക് മുതലാളി തിരക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ തിരക്കാൻ ആളില്ല. തിരക്കാൻ പറ്റിയൊരു മുതല് മുപ്പല്ലി മോനൻ. അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഇച്ചിരി വൈകിപ്പോയി. കാരണം അപ്പച്ചൻ അറിയാലോ, ഇന്നെന്റെ അച്ഛൻ മരിച്ച ദിവസമല്ലേ. രാവിലെ എന്നെ അച്ഛനെ ബലിയിട്ടു. അപ്പച്ചൻ വിഷമിക്കണ്ടാ. ഇതൊക്കെ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനല്ലേ. അയ്യോ, ഇതേ പിന്നെ വൈകി. ചന്ത ഉടങ്ങി കാണും. അപ്പച്ചാ ഒന്ന് മിനിച്ചേക്കണേ. അപ്പൊ ശരി എന്നാ. എന്തൊരു ചൂടാണ് ഈ അപ്പച്ചൻ എങ്ങനെ ഇന്നത് കിടക്കണത്? അമ്മച്ചില്ലാത്തോണ്ടായിരിക്കും. മുതലാളി,
ഇവിടെയും കൂടി കണ്ടില്ലായിരുന്നെങ്കിൽ സൈക്കിൾ വെട്ടി എന്റെ ഊപ്പാട് വന്നേനെ. എന്താടാ ഇതെന്താ ഈ നേരത്ത് ഇവിടെ? നിനക്കറിയില്ലേ എന്റെ അപ്പന്റെ കല്ലറ തിരികെ എത്തിക്കാൻ വന്നടാ. അതൊന്നും രാവിലെ അല്ലേ വരാറ്? രാവിലെ വെളിയിടാൻ വേണ്ടി പോയില്ലേ? ഇന്ന് എന്റെ അച്ഛൻ മരിച്ച ദിവസമല്ലായിരുന്നു. അത് കൊള്ളാം. അഡ്രസ്സിലെ തന്തയെ അച്ചാന്നും ഒറിജിനൽ തന്തയെ അപ്പാന്നും വിളിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ലോകത്തിലെ ഒരേ ഒരു പുത്രൻ അതെന്റെ മുതലാളി തന്നെയായിരിക്കും. ആ പിന്നെ മുതലാളി എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ആര്? പുട്ട്. പുട്ടോ? ആ പുട്ടറിയാൻ പോകുന്ന പെൺകൊച്ചില്ലേ, നമ്മുടെ സുഗന്ധിയുടെ മോള്. മഞ്ജുള, നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അപ്പൊ ഇന്ന് മുതലാളിയെ കടയിലേക്ക് നോക്കണ്ട. നീ അങ്ങനെ പറഞ്ഞു? മഞ്ജുള കൊച്ചു തിരക്കുന്ന ദിവസങ്ങളിൽ മുതലാളിക്ക് അങ്കപ്പുറപ്പാടാണല്ലോ. അവളുമായിട്ടുള്ള അങ്കൊക്കെ എപ്പോഴേ കഴിഞ്ഞാടാ. ഇനി കുറിക്കാനുള്ള എന്റെ 100ാമത്തെ അങ്ക. എന്നാ അതിന് പറ്റിയൊരു 1.5 അങ്കത്തട്ട് ഒത്തു വന്നിട്ടുണ്ട്. എവിടെയാടാ? ഈ മണിമലയിൽ തന്നെ. ശരി മുതലാളി. ഒരു തോടെ പോയതെല്ലാം പൂളാമാരെന്ന് പറയണത് എത്ര ശരിയാ. കോഴിമാത്തന്റെ അല്ലേ വിത്ത്. മനോരേട്ടാ, ഈ തെങ്ങ് ചെത്താനും കള്ളെടുക്കാനൊക്കെ ആരാ പഠിപ്പിച്ചെന്നേ? ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ? ഇതൊക്കെ എന്റെ തലയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പൊ ഈ ചെളിയും മനോഹരന്റെ തലക്കുള്ളി നല്ല വരുന്നേ. ഇതല്ല എല്ലാരും മനോഹരന്റെ ചെളിത്തലേന്ന് വിളിക്കുന്നേ. വേണ്ട വേണ്ട, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല മനോഹരമായ സ്ഥലമല്ലേ ഈ മണിമല. അതെ അതെ. പിന്നെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ എവിടെയാ? മാർക്കറ്റ് ഇവിടെ അടുത്താ. വന്നല്ലോ, ഇവരെ പിടിച്ചാ മതി. മക്കളെ, നമ്മുടെ മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ രാജപ്പൻ, ആ വീട്ടിലുള്ളതാ. പിന്നെ കാണാം. മോളുടെ പേരെന്താ? ഞാൻ ഗൗരി, ഇത് ശങ്കർ. നിന്റെ വീടിന്റെ അടുത്ത് പുതിയ വാടകക്കാരിൽ ഒരു കിളിയുണ്ടാ? ആണോ? ആളെ നിങ്ങൾ കണ്ട? പിന്നെ കാണാതെ എന്നാ ഇപ്പൊ തന്നെ പോ. ഈ കോലത്തില നീ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. അതിലെ കടച്ചെടുക്കാണല്ലോ, ഇവിടുന്ന് ആരും കാണാനില്ല. നെല്ല് പത്തായത്തിലുണ്ടെങ്കിലേ എലികളങ്ങ് വയനാട്ടിൽ നിന്ന് വരും. എന്താണ് ഇവിടെ? ഇവിടെ പത്രം ഇടണമെന്ന് ചോദിക്കാൻ വന്നാ ഞങ്ങള്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വായി നോക്കാൻ വന്നല്ലേ? അല്ലേടാ, മുഷ്യന്മാര് വന്ന വഴിക്ക് പൊക്കോണം. ഇനി ഏരിയ കണ്ടുപോകരുത്. അവരിവിടെ ഇല്ല. മാർക്കറ്റിൽ പോയിരിക്കാം. പോടാ പോടാ. ഇവന്റെ ഒരു മണ്ടനാന്ന് തോന്നേ. അവരിവിടെ ഇല്ലാന്ന് പറഞ്ഞ പോരെ, മാർക്കറ്റിൽ പോയെന്ന് പറയണോ? അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ലേ അവര് മാർക്കറ്റില്ലാന്ന്. ഇതാണ് ഞങ്ങളുടെ മണിമലയിലെ മാർക്കറ്റ്. ഇന്ന് ചന്തോസമായിട്ട് നല്ല തിരക്കാ. മോളെ, ഇവിടെ മൺകലങ്ങൾ കിട്ടുന്ന സ്ഥലം എവിടെയാ? ആ ഗൗരിയുടെ കൂടെ ഉള്ള അച്ഛമ്മയുടെ കടയിൽ ചെന്നാൽ ഇഷ്ടം പോലെ കിട്ടും. അല്ലേ ചങ്ക? തുളസി, മോൾക്ക് എന്തൊക്കെ വാങ്ങിക്കണം പറഞ്ഞില്ലേ? ഇവിടെയും കൂട്ടി ചെന്ന് വാങ്ങിച്ചോണ്ട് പോവാ. ശരി മുത്തശ്ശി. കണ്ടിട്ട് വളയുന്നാണെന്ന് തോന്നുന്നു. ചേച്ചി, ഗൗരിമോളെ വിളിച്ച് എന്തെങ്കിലും ചോദിച്ച് നമുക്ക് അവളെ പരിചയപ്പെടാം. ഗൗരിമോളെ, ഈ ചേച്ചി ആരാ? നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. മക്കളെ കൂട്ടി ചെന്ന് നീ ഇങ്ങോട്ട് വന്നടാ. എന്താ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ പെങ്കൊച്ചി ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. കേട്ടോടാ, പോടാ. ഒന്ന് ലൈൻ അടിക്കാൻ സ്വന്തം തന്ത പാരയാവുന്ന ഒരേ ഒരു പുത്രൻ ഞാനായിരിക്കും. ഇതുവരെ പോയില്ലേ? മണ്ടനാന്ന് വിചാരിച്ച നമ്മളാ മണ്ടന്മാര്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇന്നിനി നമ്മുടെ പിന്നെയും നാളെ മാറുമെന്ന് തോന്നുന്നില്ല. പകലല്ലേ കുഴപ്പം, പാതിരയാവട്ടെ. വാ.